എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രോഹിത്തിന് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ചുമയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് അലീന എഴുന്നേൽക്കുന്നത്. അലീന നേരെ റൂമിലേക്ക് വന്ന് നോക്കുമ്പം അവൻ വളഞ്ഞു കൂടി കിടന്ന് ചുമയ്ക്കുക. അന്നേരം എന്നെ പറ്റി രോഹിത്തെ, ഞാനിപ്പോൾ വരാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വരുന്നു. അടുക്കളയിൽ വന്ന് ചുക്ക് കാപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബബിത വരുന്നത്. അന്നേരം നീ ഉറങ്ങിയില്ലേടി, 12:45 എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഉറങ്ങിയില്ല, ഇവിടെ ഇത് തന്നെ എടുക്കുക എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഇച്ചിരി ചുക്ക് കാപ്പി ഇടുമായിരുന്നു, അവന് നല്ല ചുമയുണ്ട്, നെഞ്ചിനൊക്കെ നീർക്കെട്ടുണ്ട്, ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എന്ന് പറയുമ്പം ബബിത വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, പോലീസുകാരൊക്കെ ഒരുപാട് ഇടിച്ച് കാണൂലേ, അതുകൊണ്ടായിരിക്കൂലേ എന്ന്. അന്നേരം ആയിരിക്കുന്നേ, ചിലപ്പം ജയിലിൽ വെച്ച് ഇടി കിട്ടി കാണുമായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചുക്കുകാപ്പി എടുത്തിട്ട് അലീന പറയും, ഞാൻ ഇതുമായിട്ട് അങ്ങോട്ട് പോവാം അവന് കൊടുക്കാൻ വേണ്ടി, ഈ വെള്ളം ചൂടാകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തേക്കാവോ എന്ന് ചോദിക്കും. ഓഫ് ചെയ്തേക്കാമെന്നും പറയും. അങ്ങനെ അലീന ചുക്കുകാപ്പിയായിട്ട് റൂമിൽ വരുമ്പോഴും നല്ല ചുമയാണ് രോഹിത്തിന്. അവനെ പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തി ചുക്ക് കാപ്പി കൊടുക്കും. കുറേ കുടിച്ചു കഴിഞ്ഞ് മതി എന്ന് പറയുമ്പം ചുമ കുറയേണ്ട മോനെ, മൊത്തം കുടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കുടിപ്പിക്കുവാണ്. അത് കഴിഞ്ഞ് ഗ്ലാസ്സൊക്കെ മാറ്റി വെച്ച് ഷർട്ട് നൂരുവാണ് എന്ന് പറയും. എന്നിട്ട് ഷർട്ടൊക്കെ ഊരി നെഞ്ചിലും പുറത്തും ഒക്കെ ബാം പരട്ടി കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ തന്നെ കിടന്നു, ഞാൻ പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം, ഒന്ന് ചൂട് പിടിച്ച് കഴിയുമ്പോൾ ആശ്വാസം കിട്ടുമെന്ന് പറയും. അന്നേരം എല്ലാം ഇടയ്ക്കിടയ്ക്ക് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ രോഹിത്ത്. അവൻ ചെയ്ത തെറ്റൊക്കെ അവൻ അറിയാലോ, അതിൻ്റെ ഒരു കുറ്റബോധം അവൻ്റെ മുഖത്തുണ്ട്. ഏതായാലും ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി അലീന പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതേക്കും ബബിത ആ ചൂടുവെള്ളം ചൂട് പിടിക്കാനായിട്ടുള്ള ടവലും എല്ലാം കൂടെ ആയിട്ട് റൂമിലേക്ക് വരും. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അലീനയ്ക്ക്. ഏതായാലും ചൂടുവെള്ളം അവിടെ വെച്ച് ടവലൊക്കെ കൊണ്ട് രോഹിത്തിൻ്റെ പുറവും അതുപോലെ നെഞ്ചും എല്ലാം ചൂട് പിടിച്ച് അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിടിച്ച് പയ്യെ കിടത്തും. അന്നേരം കിടത്താനൊക്കെ ബബിതയും കൂടെ കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ് ചൂട് പിടിച്ച ചൂടുവെള്ളത്തിന് നന്നായിട്ട് ചൂട് പോയിട്ടില്ലല്ലോ, അതൊരു ഹോട്ട് ബാഗിൽ ഒഴിച്ച് കൊടുക്കുവാണ്. ഇത് നെഞ്ചത്ത് വെച്ച് കിടന്ന് ഉറങ്ങിക്കും, അന്നേരം ചുമ വരത്തില്ല, ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നൊക്കെ. അന്നേരം അത്യാവശ്യം ചുമ കുറഞ്ഞു തുടങ്ങി, അവൻ സമാധാനമായിട്ട് കിടക്കുവാണ്. അന്നേരം ഇത്ര കുറവുണ്ടോ എന്ന് ചോദിക്കും. കുറവുണ്ട് എന്ന് രോഹിത്ത് പറഞ്ഞു കഴിയുമ്പം എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുവാണ് അലീന. എന്നിട്ട് ബബിതയോട് ചോദിക്കും, നമുക്ക് പോയാലോ എന്ന്. പോകാമെന്ന് പറയും. അലീന ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് ബബിത നോക്കി നിൽക്കുന്നത്. കാരണം ഇത്രയൊക്കെ രാത്രി ഓർക്കുളച്ചിരുന്ന് രോഹിത്തിന് വേണ്ടി അലീനയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു തോന്നലായിരിക്കാം. പിന്നെ കാണിക്കുന്ന നേരം വെളുത്ത് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന. പത്രം വന്നു, ആ പത്രം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ, നാട്ടുകാർ വരും. എന്നിട്ട് അവർ ചോദിക്കും, രോഹിത് എന്തി, അവൻ ഇവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അവനോടൊന്ന് ഇറങ്ങി വരാൻ പറ എന്നൊക്കെ പറയുക. അന്നേരം അതെന്തിനാ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞങ്ങൾ അവനോട് പറഞ്ഞോളാം, നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ, അതുകൊണ്ട് കൂടുതൽ അധികാരമൊന്നും കാണിക്കണ്ട എന്ന് പറയുമ്പം എന്നാൽ ഞാൻ എൻ്റെ പണി ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഗേറ്റ് അടയ്ക്കാൻ തുടങ്ങുക. അന്നേരം അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. ഞങ്ങൾക്ക് രോഹിത്തിനെ ഒന്ന് കാണണം, അവന് ഒരു അവാർഡ് കൊടുത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അവാർഡ് കൊടുക്കാനുള്ളവരൊക്കെ നിരന്ന് നിന്നു, ഞാൻ ഇപ്പം തന്നെ വിളിച്ചുകൊണ്ട് വരാമെന്ന് അത് പറഞ്ഞിട്ട് മൊബൈലെടുത്ത് അവരുടെ എല്ലാം ഫോട്ടോ എടുക്കുവാണ്. അതിന് പ്രശ്നമായാലോ എന്നോർത്ത് അവർ ഓടി അങ്ങ് പോവേ. അന്നേരം അലീന പറയുന്നുണ്ട്, ഓടുമൊന്നും വേണ്ട, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പോലീസിൽ കൊണ്ടേ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഏതായാലും രാവിലെ തന്നെ വഴക്കിന് വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിറുപുറത്തുകൊണ്ട് അലീന കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തിക്ക് ചായയൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്നതാണ് കൃഷ്ണമോൾ. അപ്പം എപ്പോഴും റൂം ഇങ്ങനെ അടച്ചിട്ടേക്കും. അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ അകത്ത് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ എപ്പോഴും ഈ ഡോറ് ലോക്ക് ചെയ്യുന്നത് എന്ന്. അന്നേരം കള്ളന്മാരുടെ അടുത്തേക്കല്ലേ എന്നെ പിന്നെയും കൊണ്ടിട്ടേക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അമ്മ എന്താ ഉദ്ദേശിച്ചത്, ഞങ്ങളെല്ലാം കള്ളന്മാരാണ് എന്നാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം കള്ളം ചെയ്യുന്നവർക്ക് കൂട്ടി നിൽക്കുന്നവരെ അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അപ്പോൾ ഇതിനു മുമ്പ് കള്ളം ചെയ്തവരും അത് മറച്ചു വയ്ക്കുന്നവരും ഒക്കെ ഈ കൂട്ടത്തിൽ പെടില്ലേ എന്ന്. അന്നേരം നീ എന്താ ഇങ്ങനെ കുത്തി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാണ്. അന്നേരം ബബിത എന്തെന്ന് ചോദിക്കും. അന്നേരം അതെപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുവാണ് കൃഷ്ണമോൾ. അന്നേരം അവൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഫോണൊന്നും പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പം അത് സ്വന്തമായിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ മതി, അന്നേരം മറുപടി പറയുമല്ലോ, അന്നേരം മനസ്സിലാക്കാമല്ലോ എന്ന് പറയും. അന്നേരം വൈജയന്തി, നീ എന്തിനാ ഈ പറയുന്നതിനെല്ലാം തർക്കുത്തരം പറയുന്നേ, മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിച്ചോണോ എന്ന് പറയുന്നു. അന്നേരം കൃഷ്ണമോൾ തിരിച്ചു പറയും, ഞാൻ അങ്ങനെ സംസാരിക്കണമെങ്കിൽ മുതിർന്നവർ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കണം, എങ്കിലേ എനിക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന്. അന്നേരം നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കും, നീ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോ, അതാ നല്ലത്, നീ പോയി നിൻ്റെ കാര്യമല്ലേ നോക്ക് എന്ന് വൈജയന്തി പറയുന്നു. കൃഷ്ണമോൾ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരാൻ തുടങ്ങുവാണ്. അന്നേരം തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും, അമ്മ എന്താ അച്ഛനെ കണ്ടിട്ട് മിണ്ടാതിരുന്നത് എന്ന്. അന്നേരം ഞാനെന്തിനാ അങ്ങോട്ട് പോയി മിണ്ടുന്നത്, ഞാൻ വലിയൊരു ആക്സിഡൻറ്റും കഴിഞ്ഞ് മരണത്തെ അതിജീവിച്ച് വന്നതാണ്, അന്നേരം എന്നെ കാണുമ്പോൾ എന്നോട് സംസാരിക്കാമല്ലോ, അങ്ങനെ ചെയ്യാത്തവരോട് എനിക്ക് മിണ്ടേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം അമ്മേ
നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പം അതിനിടയ്ക്ക് ഞങ്ങളുണ്ടെന്നും ഞങ്ങൾക്ക് വിഷമമാകും എന്നും നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പം അത് നീ നിൻ്റെ അച്ഛനെ പോയി പഠിപ്പിച്ചാൽ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ഇങ്ങനെ ജയിച്ച് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാവോ, എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്, അവൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു, എന്നെ ഉപദേശിക്കാൻ നീ ആരാടി എന്ന് ചോദിക്കുമ്പം അല്ല, ആ ഒരു സംശയം ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു, ഞാൻ അമ്മയുടെ മകളാണ്, അത് ഇനി മനസ്സിലാകാതെ പോകണ്ട, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് റൂമിൽ നിന്ന് ഇറക്കി വിടും കൃഷ്ണമോളെ. അപ്പോൾ കൃഷ്ണമോൾ ഓ എന്തൊരു കഷ്ടമോ, ഞാൻ എന്നാത്തിനാണ് ഈ റൂമിലോട്ട് വന്നത്, എന്നെയാ തല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തോണ്ട് പോകുന്നത്. അന്നേരം വൈജയന്തി അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ട്, അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ പിറുപിറുക്കുമല്ല ചെയ്യേണ്ടത് എന്ന്. അന്നേരം കൃഷ്ണമോൾ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ എൻ്റെ സ്വഭാവത്തിന് എനിക്ക് 2 തല്ല് കിട്ടേണ്ടതാണ് എന്ന് എന്നെ തന്നെ ഒന്ന് ഉപദേശിച്ചതാ എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് തൊഴുത് കാണിച്ചിട്ടങ്ങ് പോവാണ്. വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞ് ജയിക്കാനോ പറഞ്ഞ് നന്നാക്കാനോ പറ്റില്ല എന്ന് കൃഷ്ണമോൾക്കറിയാം. അതുകൊണ്ട് പിന്നെ കാണിക്കുന്നത് അലീനയും രോഹിത്തിനെയാണ്. രോഹിത്തിനെ ശുശ്രൂഷിക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. പല്ല് തേപ്പിക്കുന്നു, അതുപോലെ മുഖം തുടപ്പിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് വരുന്ന കൃഷ്ണമോൾ നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് അച്ഛൻ ഇങ്ങ് വന്ന് ഒരു സൂത്രം കാണിച്ചു തരാമെന്ന് പറയുമ്പം ഞാൻ ഇപ്പം ഷേവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ബാലേന്ദ്രനെ, ഇത് തീർക്കട്ടെ എന്നിട്ട് വരാം എന്ന് പറയുവാണ്. അന്നേരം അതുപോരാ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർന്നു പോയി, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പം ഇത് എന്താ അടി കൊച്ച്, ഞാൻ എൻ്റെ മുഖമെങ്കിലും ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷേവിംഗ് ഒക്കെ തീർത്ത് മുഖം കഴുകും. അന്നേരം പയ്യെ വരാനൊന്നും സമ്മതിക്കുന്നില്ല, പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി വരുക, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ്. അന്നേരം എന്നതാ ഇനി മാത്രം കാണാനുള്ളത് എന്ന് പറയുമ്പോഴേക്കും അവർ രോഹിത്തിൻ്റെ റൂമിൻ്റെ അവിടെ എത്തുമായിരുന്നേ. അന്നേരം കാണുന്നത് രോഹിത്ത് വളരെ അനുസരണയോടുകൂടി അലീന പറയുന്നതൊക്കെ കേൾക്കുന്നു. അലീന രോഹിത്തിൻ്റെ അടുത്തിരുന്ന് അവന് റിസ്ക് ചായ മുക്കി കൊടുക്കുന്നു, അവനത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു പ്ലേറ്റിലുണ്ട്, അത് അവൻ തന്നെത്താനെ എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ ഇടയ്ക്ക് അവൻ്റെ തലമുടിയൊക്കെ ഈരി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രനെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കൃഷ്ണമോളുടെ മുഖത്തേക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഇതെല്ലാം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഗുളിക എടുത്ത് കൊടുക്കുന്നു. അത് അനുസരണയോടെ രോഹിത് കഴിക്കുന്നു. അവൻ്റെ സ്വഭാവം മാറി തുടങ്ങി എന്ന് അറിയുന്ന ബാലേന്ദ്രന് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. ആ സന്തോഷം ആ കണ്ണുകളിലുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കൃഷ്ണമോളെ നോക്കുന്നു. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ പ്രമോ ജസ്റ്റ് ചെറിയ രീതിയിൽ കാണിച്ചുള്ളൂ. അതിൻ്റെ അകത്തും കൃഷ്ണമോൾ ഭയങ്കര സന്തോഷത്തോടെ ബബിതയോട് ഈ കാര്യമെന്ന് പറയുമ്പം ബബിത ചോദിക്കുവാണ്, ഇതെങ്ങനെയാണ് നമ്മളെ ദ്രോഹിച്ചവരോട് നമുക്ക് ഇങ്ങനെ ഒക്കെ തിരിച്ച് ചെയ്യാൻ പറ്റുന്നത്, അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം അതാണ് നമ്മുടെ അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോൾ. അത് കഴിഞ്ഞ് അലീന ഇറങ്ങി വന്നു കഴിയുമ്പം അലീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോൾ. പിന്നെ വൈജയന്തി കാണിക്കുന്നുണ്ട്. വൈജയന്തി എന്നത്തെയും പോലെ തന്നെ എങ്ങനെ അലീനയ്ക്ക് പാര വയ്ക്കാം എന്നുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ഓപ്പോസിറ്റ് കമലയായിരിക്കും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.